നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കി നടൻ രമേശ് പിഷാരടി. മത്സരരംഗത്തേക്ക് ഉടനെ ഇല്ലെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ശക്തമായി UDF-നൊപ്പം ഉണ്ടാകുമെന്നും പിഷാരടി വ്യക്തമാക്കി. പാലക്കാട് മണ്ഡലത്തിൽ രമേശ് പിഷാരടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ നിഷേധിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പ്രതികരണം നടത്തിയത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് ഉടനെയില്ല. എന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ശരിയല്ല. പാലക്കാട്, വയനാട്, ചേലക്കര പ്രവർത്തനത്തിനും പ്രചരണത്തിനും ശക്തമായി UDF-ന് ഒപ്പമുണ്ടാകും, പിഷാരടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. പാലക്കാട് കോൺഗ്രസിന് സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്ന് പറഞ്ഞായിരുന്നു പിഷാരടിയെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവന്നത്. പാലക്കാട് സ്വദേശി കൂടിയായതുകൊണ്ടാണ് പിഷാരടിക്കാണ് സ്ഥാനാർത്ഥിത്വത്തിൽ പ്രഥമ പരിഗണനയെന്നായിരുന്നു വാർത്ത. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ കോൺഗ്രസ് പ്രചാരണത്തിൽ സജീവമായിരുന്നു രമേശ് പിഷാരടി. വിവിധ കോൺഗ്രസ് പരിപാടികളിലും പിഷാരടി പങ്കെടുക്കാറുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഷാഫി പറമ്പിലുമായി ആത്മബന്ധമുള്ള വ്യക്തി കൂടിയാണ് പിഷാരടി. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച നടൻ ധർമ്മജൻ ബോൾഗാട്ടിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ രമേശ് പിഷാരടി മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് തന്നെയാണ് സ്ഥാനാർത്ഥിയായി മുൻതൂക്കം ഉള്ളത്. മറ്റു പേരുകൾ ഉയരുന്നുണ്ടെങ്കിലും ഷാഫിക്ക് താൽപര്യം രാഹുലിനോട് തന്നെയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.